ക്യാൻസറിൻ്റെ എല്ലാ ലിസ്റ്റും ഇവിടെ കൊടുത്തോർത്ത് എനിക്ക് ഇവിടുന്ന് കാർഡ് കിട്ടി. അപ്പം ഞാൻ ആ അരിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് നല്ല സന്തോഷമായി. നമുക്ക് പഠിക്കാൻ വയ്യാത്ത കാരണം 10 കൊല്ലമായി ഞാൻ ക്യാൻസർ രോഗിയായിട്ട്. 48 വയസ്സായി. ഒരു 10-20 കൊല്ലത്തിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. എല്ലാവർക്കും ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകവചനം അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുകയാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എടയൂർ മൂന്നാക്കൽ പള്ളി. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനിൽ മാത്രമല്ല, വർഷങ്ങളായി ജാതിമത സാമ്പത്തിക വ്യത്യാസമില്ലാതെ ആയിരങ്ങൾക്ക് അന്നമെത്തിക്കുന്ന ഈ പള്ളിമുറ്റം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയൊരു നേർക്കാഴ്ചയാവുകയാണ്. ചരിത്രമുറങ്ങുന്ന മൂന്നാക്കൽ പള്ളിയുടെ അങ്കണത്തിലേക്ക് ഒഴുകിയെത്തുന്ന അരിച്ചാക്കുകൾ, ജനങ്ങളാൽ നിബിഡം. ഇത് ഏതെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമായുള്ള തിരക്കല്ല, മറിച്ച് വിശപ്പിന്റെ വിളിയറിയുന്ന ഒരു ജനത കാരുണ്യം വിളമ്പുന്ന കാഴ്ചയാണ്. പ്രവാചകൻ കാണിച്ചു തന്ന കാരുണ്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണിത്. പഴയകാലത്ത് ദാരിദ്ര്യം നടമാടിയിരുന്ന സമയത്ത് നേർച്ചയായി ലഭിക്കുന്ന അരി കഞ്ഞിവെച്ച് നൽകിയിരുന്ന കഞ്ഞിവെച്ച് പാർച്ച എന്ന ചടങ്ങിൽ നിന്നാണ് ഈ സേവനത്തിന്റെ തുടക്കം. കാലം മാറിയപ്പോൾ അത് അരി വിതരണമായി വളർന്നു. 5 ചാക്ക് അരിയിൽ തുടങ്ങിയ ഈ വിതരണം ഇന്ന് ആഴ്ചയിൽ 1500-ലധികം ചാക്കുകളിൽ എത്തി നിൽക്കുന്നു. ആദ്യകാലത്ത് കഞ്ഞിവെച്ച് നൽകുകയായിരുന്നു പതിവ്. പട്ടിണി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്നത് വളർന്ന് വലിയൊരു ദാനധർമ്മമായി മാറി. ജാതിയോ മതമോ നോക്കാതെ എത്തുന്ന എല്ലാവർക്കും ഇവിടെ നിന്ന് അരി നൽകുന്നുണ്ട്. ഞങ്ങളുടെ എനിക്ക് ഓർമ്മ വെച്ചവരുണ്ട്. അതായത് നമ്മൾ കുട്ടിക്കാലം മുതൽ ഇവിടെ നമ്മൾ അരി വാങ്ങുന്നുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് ഉണ്ട്, കൊല്ലങ്ങളോളായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഇതാണിത്, അനുഗ്രഹമാണ്. ഒരു 10 കിലോൻ്റെ അടുത്തുണ്ടാവും. ഞാൻ പറഞ്ഞാൽ ഒരു 48 വയസ്സായി. ഒരു 10-20 കൊല്ലത്തിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. എല്ലാവർക്കും ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലെ ഇവിടെ ഭണ്ണാരത്തിൽ നമ്മൾ വഴിപാട് ചെയ്തിട്ടുള്ള പൈസ നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെയുള്ള വഴിപാട് കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ? എന്താണ് നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ? അതുണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ കിട്ടിയിട്ടല്ല നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. നമുക്കങ്ങനെ ഓരോ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഉപകാരങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് കൊടുക്കുന്നത്. ഞാനൊരു സുഖമില്ലാത്ത ഒരാളാണ്. നമുക്ക് ഇവിടുന്ന് ഒരു കാർഡ് ആദ്യം ഞങ്ങളെ പള്ളിക്കൊന്നും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ട് എൻ്റെ ക്യാൻസറിൻ്റെ എല്ലാ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ട് എനിക്ക് ഇവിടുന്ന് കാർഡ് കിട്ടി. അപ്പം ഞാൻ ആ അരിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് നല്ല സന്തോഷമായി. നമുക്ക് പഠിക്കാൻ വയ്യാത്ത കാരണം 10 കൊല്ലമായി ഞാൻ ക്യാൻസർ രോഗിയായിട്ട്. അപ്പോൾ ഒരു കാർഡ് ഇവിടുന്ന് കിട്ടി. ഞങ്ങളുടെ പള്ളിക്ക മഹലും കൂടിയിട്ട് മഹലിൽ നിന്ന് കാർഡ് കിട്ടി. ഇവിടെ ഒന്നും എല്ലാതും കൊടുത്തിട്ട് അവർ എഴുതി തന്നിട്ട് എനിക്ക് ഇവിടുന്ന് കാർഡ് കിട്ടി. സന്തോഷമായി, നല്ല സന്തോഷം. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരും. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ഇവർക്കും കൊടുക്കും. ഇവരെ കിട്ടുന്നത് ഞങ്ങൾക്ക് ഈ അരി സഹായം ഞങ്ങൾക്ക് അതും കിട്ടും. സന്തോഷമായി. ഇവിടെ എത്തുന്നവരിൽ മതഭേദമില്ല, വർണ്ണവ്യത്യാസമില്ല. ദൈവം തരുന്ന നിധി പോലെ ഈ അരിയെ കാണുന്ന ആയിരങ്ങളാണ് ഓരോ ഞായറാഴ്ചയും മൂന്നാക്കൽ പള്ളിയിലേക്ക് എത്തുന്നത്. ജീവിതം തള്ളി നീക്കാൻ ഈ സഹായം വലിയൊരു ആശ്വാസമാണെന്ന് അരി വാങ്ങാനെത്തിയവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ 10 വർഷമായി ഇത് വാങ്ങൽ തുടങ്ങിയിട്ട്. ഈ അരി ഉണ്ടാവേണ്ട ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ. പുറത്തുനിന്നൊന്നും അരി വാങ്ങലില്ല. റേഷൻ കടയിലത്തെ ഈ അരി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങി. പുറത്തുനിന്ന് അരി വാങ്ങേണ്ട ആവശ്യം വരലില്ല. ഈ അരി ഉണ്ടാകുമ്പോൾ ഒരു ഉത്തറാതെ ഉണ്ടാവലുണ്ടായിരുന്നു. മൂന്നാക്കൽ പള്ളിയിൽ നിന്നും ലഭിക്കുന്ന ഈ അരി കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിയുന്നത്. വല്ലാത്തൊരു ആശ്വാസമാണിതെന്ന് മറ്റൊരു ഗുണഭോക്താവ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ അരി വാങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വഴിപാടുകളും ചെയ്യാറുണ്ട്. അതിന്റെ ബലവും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊരു വലിയ പുണ്യമാണ്. ഇവിടെ തുടങ്ങിയിട്ട് ഒരു 60 കൊല്ലത്തിൻ്റെ അടുത്തായി. 60 കൊല്ലം മുന്നേ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അന്ന് ഇത്ര തോന അരിയില്ല. അന്ന് ആരെങ്കിലും ഒരു ചാക്ക അരി കൊണ്ടുവരികയാണെങ്കിൽ അത് ഓലാണ്ട് വാരി കൊടുക്കും. നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളാണ്ട് വാരി കൊടുക്കും. അങ്ങനെ അരി കൂടുതലായപ്പോൾ പിന്നെ ഇങ്ങനെ കാർഡാക്കി, ചെറിയ കാർഡാക്കി കൊടുത്തു മരടിയർക്ക്. അപ്പോൾ ആൾ കൂടുതലായപ്പോൾ പിന്നെ അരി വരവ് കൂടുതലായപ്പോൾ പിന്നെ ആഴ്ചക്ക് ഒരു ദിവസമാക്കി കൊടുത്തു. അപ്പോൾ അത് ആദ്യം ഫസ്റ്റിൽ കാർഡ് കൊടുത്തത് 10,000 ആൾക്കേ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 30-32,000 കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് മരടിൽ. ഇതിവിടെ എനിക്ക് 76 വയസ്സായിട്ടുണ്ട്. അതൊരു 55-60 കൊല്ലത്തിന് കേട്ടുള്ളൊരു സർവീസ് എനിക്കുണ്ട്. എൻ്റെ നാട് ഇവിടെ തന്നെ, എൻ്റെ പാപ്പാരായിട്ടൊക്കെ എല്ലാവരും. അവിടെ ജാതിഭേദമില്ല. ആർക്കും കാർഡ് കൊടുക്കും. ഓരോ മഹലിൽ നിന്ന് കാർഡ് കൊടുക്കും മഹല്യർക്ക്. ആ മഹല്യർ ആ നാട്ടുകാർക്ക് കൊടുക്കും. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് ഒരു തിരഞ്ഞെടുക്കും അവിടുത്തെ കമ്മിറ്റി. അങ്ങനെ 40 ജില്ലാ മഹല്യർക്ക് അരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ലോകത്തും പ്രസിദ്ധപ്പെട്ട സ്ഥലമാണ് മൂന്നാക്കൽ പള്ളി എന്ന് പറഞ്ഞാൽ. ഇവിടെ മൂന്നാക്കൽ എന്നാണ് പറയുക.
അതായത് പഴയ കാലത്ത് ഇവിടെ 3 ആലുണ്ടായിരുന്നു. അത് പഴയ കാലത്ത് അതിന് മൂന്നാൽക്കൽ എന്നിവിടെ പറഞ്ഞത് അതിപ്പോൾ 3 ആക്കലായതാണ്. അതെ, ഇവിടുത്തെ പ്രത്യേകത തന്നെ ഇവിടെ അള്ളാഹിനോട് അടുത്ത ആൾക്കാർ ഇവിടെ മറവച്ച് കിടക്കുന്നുണ്ട്. അത് തന്നെ ഓലെ മുൻനിർത്തി ദ്വാരം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുത്താല സാധിപ്പിച്ച് കൊടുക്കുന്നുമുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാതെ ഇപ്പോൾ ഇങ്ങനെ അരി വരില്ലല്ലോ. ഇപ്പം നാൾ പിന്നെ 1300 ചാക്കാണ് ഒരു ചെങ്ങായി വീഴുന്നത്. 1300 ചാക്ക്. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിന് ഒരു ചെങ്ങായി വീഴുന്നത് 1800 ചാക്കാണ്. അത് അരി ഇവിടെ കമ്മിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ പറയാം ആഴ്ച കൊടുക്കണില്ലായിരുന്നു. അപ്പം കാണാം ഓട് കണക്കിന് ഇടുമായിരുന്നു. ആരാ കൊണ്ടുവരുന്നത്, എവിടുന്നാണ് വരുന്നത്, അള്ളാഹു ആയാലും. പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന മൂന്നാക്കൽ പള്ളി സമൂഹത്തിനൊന്നാകെ മാതൃകയാവുകയാണ്. ദാനധർമ്മങ്ങൾക്കേറെ പ്രാധാന്യമുള്ള ഈ റംസാൻ കാലത്ത് ഇവിടുത്തെ കാഴ്ചകൾ ഏവർക്കും ഒരു പാഠമാണ്. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്രവ്യാപാര രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എംഎക്സ് ഗ്രൂപ്പിന്റെ 6ാമത് ഷോറൂം എംഎക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. പാരമ്പര്യവും ആധുനികതയും ഇഴചേർന്ന വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം. നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ്. കുഞ്ഞു മനസ്സുകളുടെ ചിറകുകൾക്ക് വർണ്ണമേകാൻ കിഡ്സ് കളക്ഷൻ. നറുക്കെടുപ്പിലൂടെ നേടാം നിരവധി സമ്മാനങ്ങളും ക്യാഷ് ബാക്ക് ഓഫറുകളും. വളാഞ്ചേരിയെ പട്ടണിയിക്കുന്ന തുടർന്നും ഏവർക്കും സ്വാഗതം. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എംഎക്സ് വെഡിംഗ് സെന്റർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഓൾസോ അറ്റ് പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.